ആരെന്ത് പറഞ്ഞാലും ശരി, സമസ്തയുടെ സുന്നതമായ ആദർശത്തിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ചെറിയ ഇളവുകൾ വേണം, ചെറിയ നീക്കുപോക്കുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പക്ഷെ ആര് എന്ത് പറഞ്ഞാലും ശരി, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉന്നതമായ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു കോംപ്രമൈസിനും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നും ബഹുമാനപ്പെട്ട സമസ്തയുടെ തണൽ ധീരമായി അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറും വിധം നമ്മൾ മുന്നോട്ട് പോകുമെന്നും അഭിവന്ദനായ നമ്മുടെ ബഹുമാന്യനായ ജാഥാ നായകൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പറയാമല്ലോ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു മഹാനോട് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് ദീർഘകാലം നേതൃത്വം നൽകാനുള്ള കരുത്തും സന്മനസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ഈ സമസ്ത കേരള ജംഇയ്യത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മഹാത്മാക്കളുടെ പിൻബലം എനിക്ക് കിട്ടാറുണ്ട്. മഹാത്മാക്കൾ എനിക്ക് ഓരോ കാര്യത്തിലും എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും നിർദ്ദേശം നൽകാറുണ്ട്. പരസ്യമായി അദ്ദേഹം പ്രസംഗിക്കുന്നതാണല്ലോ. ഇതൊരു യാഥാർത്ഥ്യമാണ്. മഹാത്മാക്കളുമായുള്ള ബന്ധം, അവർ മരിച്ചു തന്നെ നശിച്ചിട്ട് അവിടെയാണ് മഹാത്മാക്കളെ സഹായം കിട്ടുമോ എന്ന തർക്കം മുജാഹിദിൽ വരുന്നത്. ആ തർക്കത്തിന് ചാൻസേ ഇല്ല. കേരളീയ സാഹചര്യം നിങ്ങൾക്കറിയാം. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ചുറ്റുപാടുകൾ നിങ്ങൾക്കറിയാം. ഇസ്ലാം വന്നത് മുതൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം ആദർശ രംഗത്ത് ഒരു മാറ്റവുമില്ലാതെ മഹാന്മാരായ സ്വഹാബി പ്രമുഖന്മാർ കൊണ്ടുവന്ന ആദർശം അതേപടി പകർത്തി പാരമ്പര്യമായി കൈമാറി പോരുകയായിരുന്നു. 1920കളിൽ മാത്രമാണ് പുതിയ ചിന്തകൾ, നവീനവാദങ്ങൾ, ബിദഈ ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ബിദഈ പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം എന്ന് നമുക്ക് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം എന്ന് പറയാം. അത് തുടങ്ങി മറ്റെല്ലാ ബിദഈ പ്രസ്ഥാനങ്ങളെയും ഒരു പ്രത്യേകത, അവർ സ്വതന്ത്രമായി ഖുർആനും സുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് മതവിധികൾ കണ്ടെത്തൂ എന്നതാണ്. അവർക്ക് ഖുർആനാണ് പ്രമാണം, സുന്നത്താണ് പ്രമാണം എന്ന് ബാഹ്യമായി പറയും. എന്നിട്ട് ആ ഖുർആനിൽ നിന്നും സുന്നത്തു നിന്നും അവർ ഇഷ്ടപ്പെടുന്ന വിധം ഓരോ വാക്കുകളെടുത്ത്, ഓരോ സൂക്തങ്ങളെടുത്ത്, ഓരോ വചനങ്ങളെടുത്ത് അവർ വ്യാഖ്യാനവും വിശദീകരണവും നൽകി പുതിയ പുതിയ മതവികൾ പറഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞ് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഒരു പ്രത്യേകത. ഒരു നിയന്ത്രണമില്ല, അവരെ കൺട്രോൾ ചെയ്യാൻ അവർക്കൊരു സംവിധാനവുമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും തന്നെയാണ് പ്രമാണം. പക്ഷെ ആ പ്രമാണങ്ങൾ മാതൃകായോഗ്യരും സച്ചരിതരും സ്വർഗവാസികളെന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്തവരും നീതിമാന്മാരെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയവരുമായ സ്വഹാബി പ്രമുഖന്മാർ കൃത്യമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അവർ നൽകിയ ഫത്വകൾ ക്രോഡീകരിച്ചു. 4 മദ്ഹബുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അഖീദയിലും ഇതുപോലെ അബുൽ ഹസൻ അശ്അരി, അബൂ മൻസൂർ മാതുരിദി, 2 മഹാത്മാക്കൾ. അവർ ക്രോഡീകരിച്ച് വെച്ച ഈ ആശയങ്ങൾ മാത്രം ആധാരമാക്കും. സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിക്കാൻ പോകില്ല, സ്വതന്ത്രമായി ഹദീസുകൾ വ്യാഖ്യാനിക്കാൻ പോകില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പ്രവാചക തിരുമേനിയുടെ വിയോഗത്തിന് ശേഷം ഇക്കാലം അത്രയും ഒരേ ആശയമാണ് പറയുന്നത്, ഒരേ ആദർശമാണ് പ്രചരിപ്പിക്കുന്നത്, ഒരേ വിശ്വാസമാണ് വിശ്വസിക്കുന്നത്, കർമ്മപരമായ കാര്യങ്ങൾ ഒരേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അവർക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഇല്ല. എന്നാൽ ബിദഈ പ്രസ്ഥാനങ്ങളുടെ അപചയം നമുക്ക് ഇവിടെ ബോധ്യപ്പെടും. അവർ സ്വതന്ത്രമായി ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് അവർ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മൗലവിക്ക് കിട്ടിയ ആശയമല്ല അടുത്ത മൗലവിക്ക് കിട്ടുക. തൊട്ടടുത്ത മൗലവി മറ്റൊരു ഗവേഷണം നടത്തി പുതിയ മസ്അല വിഷയത്തിൽ അവതരിപ്പിക്കും. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ്, ഇന്നിപ്പോ ഞാൻ വരുന്ന വഴിക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ മൗലവിയുടെ ഒരു പോസ്റ്റ് കണ്ടു. അയാൾ KNMന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരണത്തിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതിയ യോഗ്യനായ പണ്ഡിതനായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുതിയ ഗവേഷണം, തറാവിഹ് ജമാഅത്തായി നിസ്കരിക്കാൻ പാടില്ല, അത് വീടുകൾ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. പ്രവാചകന്റെ പ്രത്യേക ഘട്ടത്തിൽ 2-3 ദിവസമാണ് നിസ്കരിച്ചത്, അത് തന്നെ തറാവിഹാണ്, നിശ്ചയമല്ല.
അത് തറാവി പള്ളികളിൽ നിന്ന് ഒഴിവാക്കി വീട്ടിൽ നിസ്കരിക്കണമെന്നാണ് അദ്ദേഹം സിദ്ധാന്തിക്കുന്നത്. ഞാൻ ഉദാഹരിച്ചത് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ തറാവിഹിനെ കുറിച്ച് 20 റക്അത്ത് ലോക മുസ്ലിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞത് അത് 8 റക്അത്താണെന്ന് ആദ്യകാലത്ത് വലിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഒരുപാട് തെളിവുകൾ. പിന്നീട് അത് 11 റക്അത്താണെന്ന് പറഞ്ഞു. പിന്നീട് അത് മാറ്റിയിട്ട് തറാവീഹ് തന്നെയാണ് വിത്ർ, തറാവീഹ് എന്ന സെപ്പറേറ്റ് നിസ്കാരമില്ല, അതുകൊണ്ട് 1 മുതൽ 11 വരെ നിസ്കരിക്കാം എന്നാക്കി മാറ്റി. ഈ വിഭാഗമാണ് ഇന്നിപ്പോൾ പറയുന്നത് പള്ളിയിലല്ല തറാവീഹ് നിസ്കരിക്കേണ്ടത്, വീട്ടിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഇന്നത്തെ പുതിയ ലേറ്റസ്റ്റ് മതവീക്ഷണമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നിസ്കാരാനന്തര കൂട്ടപ്രാർത്ഥനയെ കുറിച്ച് വലിയ ചർച്ച ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. അവർ പറഞ്ഞു നിസ്കാരാനന്തരം കൂട്ടപ്രാർത്ഥന നടത്തൽ ബിദ്അത്താണ്, അനാചാരമാണ്. കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് അവർ പറഞ്ഞു നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ്, സ്വലാത്ത് എന്നാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം, ദുആ എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റൊരു പ്രാർത്ഥന വേണോ, തനിച്ചും പ്രാർത്ഥിക്കണ്ട എന്നർത്ഥം. മൂന്നാമതായി അവർ കൊണ്ടുവന്ന പുതിയ ആശയം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തണം, തെളിവുണ്ടോ, കൈ ഉയർത്താൻ തെളിവുണ്ടോ, തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ കൈ ഉയർത്തണ്ട, പരമാവധി കൈ ഉയർത്തുകയാണെങ്കിൽ അവരുടെ ഹത്തീബ് പറയുകയാണ് അള്ളാഹു എത്ര വലിയ കാര്യം നമ്മൾ ചോദിച്ചാലും അള്ളാഹുവിന് ചെറിയതാണ്, അതുകൊണ്ട് ജസ്റ്റ് എനിക്കതൊന്ന് തരുമോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കയ്യുയർത്തിയാൽ മതി, അതിനപ്പുറം കയ്യുയർത്തണ്ട എന്ന ഏറ്റവും നവീനമായ അപകടകരമായ പുതിയ പുതിയ വാദങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കരുത് എന്നാണ് അവർ ഇത്രയും കാലം പഠിപ്പിച്ചിരുന്നത്. മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല. പുരുഷന്മാർക്കിടയിൽ അവർക്ക് ഇറങ്ങാം, പ്രവർത്തിക്കാം, പ്രസംഗിക്കാം, പ്രചരണം നടത്താം, എല്ലാം അവർ അനുവദിച്ചിരുന്നു. അവരെ സമ്മേളന വേദികളിൽ ആണും പെണ്ണും ഒരുപോലെ നിറഞ്ഞു നിൽക്കും, ഒരുപോലെ പ്രസംഗിക്കും. മുജാഹിദ് പ്രസ്ഥാനം പടർന്നപ്പോൾ ഇതാ അവർ തന്നെ പറയുന്നു മുസ്ലിം സ്ത്രീകൾ മുഖം മറച്ചിരിക്കണം, കാലു മറച്ചിരിക്കണം, കയ്യു മറച്ചിരിക്കണം. സാക്ഷാൽ സുന്നത്ത് ജമാഅത്ത് പറയുന്ന അതേ ആശയത്തിന്റെ തനിപ്പകർപ്പ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മാറി മാറി ഇത്തരം ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ഒരുപാട് കാലം അവർ പറഞ്ഞു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം. അപ്പം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ എന്ന പ്രശ്നമാണ് പ്രശ്നം. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ കഴിയില്ല, കാരണം മരിച്ചുപോയില്ലേ. ഇനി അവർ സഹായിക്കണം മറഞ്ഞ വഴിയാണ്, മറഞ്ഞ വഴി സഹായം അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഇത്രയും കാലം ഇത് പഠിപ്പിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ, കന്നഡയിലെ മുസ്ലിം സമൂഹത്തെ, തമിഴ്നാട്ടിലെ മുസ്ലിം മക്കളെ വഴിതെറ്റിച്ച ഈ സഹോദരന്മാർ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായി പറയുകയാണ് അല്ല, മറഞ്ഞ വഴിക്ക് ജിന്നിന് ഉപകാരങ്ങൾ ഉപദ്രവം ചെയ്യാൻ കഴിയും, മറഞ്ഞ വഴിക്ക് പിശാചിന് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയും, മറഞ്ഞ വഴിക്ക് മലക്കുകൾക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയും. ഈ വിഷയത്തിൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ ഇപ്പോഴും തർക്ക വിതർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വിഭാഗം അവർക്ക് കഴിവുണ്ട് എന്നും ഒരു വിഭാഗം അവർക്ക് കഴിവില്ല എന്നും. അപ്പൊ കൃത്യമായി എന്താണ് തൗഹീദ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അവർക്ക് പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയാത്ത ഒരു സങ്കടകരമായ അവസ്ഥാവിശേഷത്തിൽ അവരിങ്ങനെ ഉഴലച്ചിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃത്യമായ മറുപടി ഒരു പറയാൻ കഴിയും. കാരണം മറഞ്ഞ വഴിക്ക് ജിന്നിന് അല്ലെങ്കിൽ പിശാചിന് ഉപദ്രവിക്കാൻ കഴിയും എന്ന് സമ്മതിച്ചാൽ, അപ്പൊ ലാ ഇലാഹ അർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാരങ്ങൾ ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നല്ല അർത്ഥം. അപ്പൊ പിശാചിന് കഴിയുന്ന പറഞ്ഞാൽ പിശാച് ദൈവമായില്ലേ? അപ്പൊ സമ്മതിക്കാൻ നിർവാഹമല്ല. എന്നാൽ പുതിയ ഖുർആൻ സൂക്തങ്ങളും ഹദീസുകളൊക്കെ നേരായ അർത്ഥം പഴയത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ സമ്മതിക്കാൻ നിർവാഹമല്ല. ഇപ്പൊ അവർ പറയുന്നത് ആ വിഷയം ഒരു ഗവേഷണാത്മകമായ വിഷയമാണ്, തൽക്കാലം മാറ്റിവെക്കാം, അതിന്റെ പേരിൽ തർക്കിക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, മതപരമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ മാറി മാറി ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സർവോപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദിന്റെ വചനത്തിന് അതിന് കൃത്യമായ അർത്ഥം സത്യത്തിൽ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 1,00,000-ൽ പരം വരുന്ന നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സ്വഹാബത്തും താബിഈകളും താബികളുമായി ഈ 14 നൂറ്റാണ്ട് കാലത്തെ ലോക മുസ്ലിം പണ്ഡിത സമൂഹവും ഒരുമിച്ച് രേഖപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം കറക്റ്റാണ്, കൃത്യമാണ്, വ്യക്തമാണ്.
അതിന്റെ അർത്ഥം ഇപ്പൊ സ്ഥിരീകരിക്കാനായിട്ടില്ല, നിർവചനം പറയാനായിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ ഇത്തരം ഒരു ദൈന്യമായ സാഹചര്യം അഭിമുഖീകരിക്കുന്ന ഈ വിഭാഗത്തെ ആഖിറത്തിന്റെ കാര്യത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കി. ഈ തരത്തിലാണ് കാഴ്ചപ്പാടുകൾ. സത്യത്തിൽ അവർക്ക് ഭീമാപത്തം സംഭവിച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാത്മാക്കൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് പോലെ മരണാനന്തരവും മഹാത്മാക്കൾക്ക് സഹായിക്കാൻ കഴിയും. അത് 14 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകം അംഗീകരിച്ചു വരുന്ന ആശയമാണെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനും സുന്നത്തും കൃത്യമായി പഠിപ്പിക്കുന്ന ആശയമാണ്. ഇവർ പറയുന്നു, മരിച്ചു പോയാൽ നശിച്ചു പോയില്ലേ, പിന്നെങ്ങനെ അവിടെ കേൾക്കുക, പിന്നെങ്ങനെയാണ് കാണുക? അതിനനുസരിച്ച് ഖുർആന്റെ ആയത്തുകൾക്ക് ഒരു അർത്ഥം വെക്കും. ഇന്നക്കലാ തുസ്മിഉൽ മൗത, മരിച്ചവർക്ക് നബിയെ നിങ്ങൾ കേൾപ്പിക്കാൻ കഴിയില്ല, അത് പച്ചയായി വ്യാജമായി അർത്ഥം വെക്കും. അതിന്റെ യഥാർത്ഥ അർത്ഥം ഇവിടെയുള്ള പണ്ഡിത സുഹൃത്തുക്കൾക്കറിയാം. മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തിന്റെ അർത്ഥം അബൂജഹലിനെയും ഉത്ബത്തിനെയും ഷൈബത്തിനെയും നബിയെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അവർ ചെവി കേൾക്കൂല എന്നല്ല, കേട്ടിട്ട് സന്മാർഗത്തിലേക്ക് ഹിദായത്തിലേക്ക് വരുത്താൻ കഴിയില്ല എന്നർത്ഥം, അല്ല കേൾക്കൂല എന്നല്ല. ഇതാണ് മരിച്ചവർക്ക് കേൾക്കൂല എന്ന ആലങ്കാരിക പ്രയോഗം ഈ അബൂജഹലിനെയും ഉത്ബത്തിനെയും ഷൈബത്തിനെയും കാഫറുകളുടെ ലീഡർമാരെയും കുറിച്ച് പറഞ്ഞ ആയത്ത് മരിച്ചവർ കേൾക്കില്ല എന്ന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഖുർആൻ പച്ചയായി വളച്ചൊടിച്ചുകൊണ്ട് മരിച്ചുപോയവർ എത്ര വലിയ മഹാത്മാക്കളായിരുന്നാലും ശരി, അവർക്ക് യാതൊരു കഴിവുമില്ല, അവർ അസ്തമിച്ചു പോയി, നശിച്ചുപോയി എന്ന മിഥ്യാധാരണയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന സഹായത്തെക്കുറിച്ച് അവർക്ക് സംശയം. സത്യത്തിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം മരിച്ചുപോയാൽ നശിച്ചിട്ടില്ല. മരണമെന്നൊരു അത്ഭുത പ്രതിഭാസമാണ്. ഇന്തിഖാലുഹു മിൻ ഹാലിൻ ഇലാ ഹാലിൻ ആഖിർ. ഒരു മനുഷ്യൻ തൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറലാണ് മരണം. മരണം അവസാനമല്ല, പുതിയൊരു ജീവിതമാണ് മരണം. കൃത്യമായി ഖുർആനും ഹദീസും പറഞ്ഞ ഹയാത്ത് ബർസഖിയാണ് മരണാനന്തരം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ട് പിന്നിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബർസഖിയ ജീവിതമാണ്, ഒരു മറക്കപ്പുറത്തെ ജീവിതമാണ്. നമ്മുടെ മരിച്ചുപോയ സുഹൃത്തിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഉദാഹരണം പറയുകയാണ്, പോയിട്ട് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞാൽ ജീവിതകാലത്ത് നമ്മളെ കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്ന ആളാണെങ്കിൽ മരണാനന്തരവും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. എത്ര കാലം കഴിഞ്ഞാലും ഒരു പക്ഷേ ഈ ബോഡി നശിച്ചു പോയിട്ടുണ്ടാകാം, പക്ഷെ ആത്മാവ് നശിക്കാത്തതാണ് കാരണം മരണാനന്തരം അവർ ജീവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും മഹാത്മാക്കളാകുമ്പോൾ അവർ വളരെ വിശാലമായ ജീവിതമാണ് നയിക്കുന്നത്. അവർ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ നാട്ടുകാരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തു യാസീനിലെ സഹോദരന്മാരെ, സൂറത്തു യാസീനിൽ തുർക്കിയിലെ അന്താക്കിയ എന്നൊരു പട്ടണത്തെ കുറിച്ച് ഒരു ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. അന്താക്കിയ പട്ടണത്തിൽ അള്ളാഹുവിന്റെ ദൂതന്മാർ വന്നു. മുർസലുകൾ ഇസ്ലാം മതം വിശ്വസിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഖുർആൻ ഇങ്ങനെ പറയുന്നത്, വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഒരു നല്ല മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആ പട്ടണത്തിന് അതിവിദൂരമായ ദിക്കിൽ നിന്ന് ഈ പ്രവാചകന്മാരെ നിങ്ങൾ നിരാകരിക്കണ്ട, നിഷേധിക്കണ്ട. ഇത് നല്ല അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, അവരെ നിങ്ങൾ പിൻപറ്റണം. അവർ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, സത്യമാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ തർക്കവിതർക്കമായി ആ മനുഷ്യൻ അവർ കശാപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഹബീബുൻ നജ്ജാർ എന്നാണ് രക്തസാക്ഷിയായി. ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് തുടർന്ന് ഖുർആൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഖീല ദുഖുലുൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു, നീ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കൂ. നേരിട്ട് ഷഹാദത്താണ്, രക്തസാക്ഷിയാണ് സ്വർഗീയ ലോകത്തേക്ക്. മരണാനന്തരം കാല അദ്ദേഹം പറയുകയാണ്, നോക്ക് മരണാനന്തരം പറയാ, യാ ലൈത ഖൗമി അലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. യാ ലൈത ഖൗമി, എന്റെ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലി റബ്ബി, ഈ രക്തസാക്ഷിത്വം കൊണ്ട് എന്റെ സകലമായ ദോഷങ്ങളും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ, വലിയ ആദരണീയരായ മഹാന്മാരുടെ ഗണത്തിലാണ് ഞാനിപ്പോൾ ഈ വന്നുപെട്ടിരിക്കുന്ന ഷഹീദുകൾ, ശുഹദാക്കളുടെ പദവിയിലാണ്. അൽഹംദുലില്ലാഹ്. ഇത് നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാ ചിന്തിക്കുന്നത്. മരണാനന്തരം മഹാത്മാക്കൾ നാട്ടുകാരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആന്റെ നസ്സല്ലേ, ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? മരണാനന്തരം പുതിയ ലോകമാണ്. അവർ ഈ ലോകത്തെ ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള ബന്ധപ്പെട്ടവരുടെ ആളുകൾക്ക് അവർ സഹായം നൽകുന്നുണ്ട്. ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നേർക്കുനേരെ സാധിക്കും. അവരുടെ മശായിഖ് വന്നവർക്ക് മദത് കിട്ടും. അഭിവന്ദനായ നമ്മുടെ ബഹുമാന്യനായ
ജാഥാ നായകൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പറയാമല്ലോ, സയ്യിദുലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു മഹാനോട് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് ദീർഘകാലം നേതൃത്വം നൽകാനുള്ള കരുത്തും സന്മനസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ഈ സമസ്ത കേരള ജംഇയ്യത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മഹാത്മാക്കളുടെ പിൻബലം എനിക്ക് കിട്ടാറുണ്ട്. മഹാത്മാക്കൾ എനിക്ക് ഓരോ കാര്യത്തിലും എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും നിർദ്ദേശം നൽകാറുണ്ട്. പരസ്യമായി അദ്ദേഹം പ്രസംഗിക്കുന്നതാണല്ലോ. ഇതൊരു യാഥാർത്ഥ്യമാണ്. മഹാത്മാക്കളുമായുള്ള ബന്ധം, അവർ മരിച്ചു തന്നെ നശിച്ചിട്ട് അവിടെയാണ് മഹാത്മാക്കളെ സഹായം കിട്ടുമോ എന്ന തർക്കം മുജാഹിദിൽ വരുന്നത്. ആ തർക്കത്തിന് ചാൻസേ ഇല്ല. അംഗീകൃതമായ ഒരു റിപ്പോർട്ടിൽ പറയുന്ന സംഭവം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മരണത്തെക്കുറിച്ച്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വഹീഹായ ഹദീസുകൾ കൃത്യമായും ഭംഗിയായും ചിട്ടയോടെയും വ്യവസ്ഥാപിതമായും ക്രോഡീകരിച്ച മഹാത്മാവാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹ്മത്തുള്ളാഹി. ഇതൊക്കെ നിഷേധിക്കുന്ന സലഫി ചോദിക്കും ബുഖാരിയിലുണ്ടോ, ജമാഅത്തുകാരൻ ചോദിക്കും ബുഖാരിയിലുണ്ടോ, തബ്ലീഗുകാർ ചോദിക്കും ബുഖാരിയിലുണ്ടോ, ചേകനൂർ മൗലവിയുടെ ആൾ ചോദിക്കും ബുഖാരിയിലുണ്ടോ. ആ ബുഖാരി അവർക്ക് പോലും ബുഖാരി സുസമ്മതമാണെന്ന് പറയും, എന്നാലും തള്ളും. ആ സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ച മഹാത്മാവാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി. അദ്ദേഹം ഒരു പെരുന്നാളിന്റെ രാവിലെ, ഈദുൽ ഫിത്തറിന്റെ രാവിലാണ് മരണപ്പെട്ടത്. അത്തരം രാവിലൊക്കെ മരിക്കുന്ന പുണ്യമാണ്, വലിയ ഭാഗ്യമാണ്. വെള്ളിയാഴ്ച പകലിലോ രാവിലോ മരണപ്പെടുക, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ദിവസം ഉണ്ട് പെരുന്നാൾ രാവ്, അല്ലെങ്കിൽ പെരുന്നാളിന്റെ പകല്, അല്ലെങ്കിൽ പിന്നെ ലൈലത്തുൽ ഖദറിന്റെ രാവ്, ഇങ്ങനെയുള്ള നല്ല നല്ല രാവുകൾ അല്ലെങ്കിൽ നല്ല നല്ല പകലുകൾ മരണപ്പെടുന്നതൊക്കെ നല്ല സൗഭാഗ്യമാണ്, ഭാഗ്യവാന്മാർക്ക് കിട്ടുന്ന കാര്യമാണ്. ദയാനിധിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പല നേതാക്കന്മാർക്കും ആ സൗഭാഗ്യം നൽകുക. തിങ്കളാഴ്ച രാവ്, തിങ്കളാഴ്ച പകൽ നമുക്കും അത് വിശിഷ്ടമായ രാവിൽ അല്ലെങ്കിൽ പകലിൽ മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദ്ദസന അബ്ദുൽ വാഹിദ് ബിൻ ആദം തവാവീസി, അബ്ദുൽ വാഹിദ് ബിൻ ആദം തവാവീസി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. തങ്ങളൊരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു. ചെറിയൊരു കുന്ന്, അധികം ഉയരല്ല, ചെറിയൊരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വമാഹു ജമാഅത്തു മിന സ്വഹാബ, ഒരു സംഘം സ്വഹാബികളും തങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ ആധികാരികമായ വ്യാഖ്യാനകൃതമായ ഫതുഹുൽ ബാരിയുടെ ആമുഖം ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകളിൽ മുഴുവൻ കാണാം. അംഗീകൃതമായ ചരിത്ര യാഥാർത്ഥ്യം. തങ്ങളും ഒരു സംഘം സ്വഹാബത്തും ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പതുക്കെ തങ്ങളുടെ മുന്നിലേക്ക് ചെന്നു. വസല്ലംതു അലൈഹി, തങ്ങൾക്ക് ഞാൻ സലാം ചൊല്ലി. വറദ്ദ അലയ്യ, നബി തങ്ങൾക്ക് സലാം അടക്കി. അപ്പൊ ഞാൻ വിനയാന്വിതനായി ചോദിച്ചു, മാ വുഖൂഫുക ഹുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്താണ് വിശേഷം എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അന്തദറു മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, ഞാൻ ഇമാം ബുഖാരി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അത് പറഞ്ഞു. ആ സ്വപ്നം അവസാനിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. വബലഗനി ബഅദ ബിദ്അത്തി അയ്യാം, അന്ന് വാർത്താവിനിമയ ബന്ധങ്ങളില്ലല്ലോ. ഇന്ന് നമ്മൾ ഈ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ കാണിക്കുന്നതും ആ സെക്കൻഡിൽ ലൈവായിട്ട് ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവരം അറിയിക്കാൻ യാതൊരു പ്രയാസമല്ല. അന്ന് ഒരു വിവരം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും ദൂതന്മാരെ പറഞ്ഞയച്ച് അറിയിച്ചിട്ട് വേണം അറിയാൻ. വേറെ മാർഗങ്ങളൊന്നുമില്ല. ആധുനിക വാർത്താ വിനിമയ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടം. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് വിവരം കിട്ടി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട ആ സമയത്താണ് ഇമാം ബുഖാരി തങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, മരിച്ചു പോയിട്ടുണ്ട്. ആ വിവരം എനിക്ക് കിട്ടിയപ്പോൾ, ഇമാം ബുഖാരിയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ ഞാൻ തങ്ങളെ സ്വപ്നം കണ്ട് ഇമാം ബുഖാരിയെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ കറക്റ്റ് സമയത്താണ് ശരിക്ക് ഇമാം ബുഖാരി തങ്ങൾ മരണപ്പെട്ടിട്ടുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ഇമാം ബുഖാരി തങ്ങൾ മരിച്ചത് അന്വേഷിച്ചപ്പോൾ ഈദുൽ ഫിത്തറിന്റെ രാവിലെ, സമയം ഏതാണ് എന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ കൃത്യമായി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സേവനം ചെയ്ത മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ ഹദീസിന്റെ വിഷയത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം മനോഹരമായി ക്രോഡീകരിക്കപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ, ഇത്ര സുന്ദരമായി വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ വചനങ്ങൾ ലോകത്തിന് കൈമാറുന്ന ഒരു ഗ്രന്ഥം വേറെ ലോകത്താരും ക്രോഡീകരിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹിന്റെ റസൂൽ മനസ്സിലാക്കി,
എൻ്റെ സുന്നത്ത്, എൻ്റെ ഹദീസ് ലോക മുസ്ലിം സമൂഹത്തിന് കൈമാറാൻ കഠിന യത്നം നടത്തിയ ഇമാം ബുഖാരി തങ്ങൾ ആഖിറത്തിലേക്ക് യാത്ര പോകുമ്പോൾ, ബർസഖിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു സാമാന്യ മര്യാദ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം. തങ്ങൾ സ്വീകരിച്ചു. അതൊക്കെ സാമാന്യ മര്യാദകളാണ്. ഇപ്പൊ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ അകമ്പടിയോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ബറ്റാലിയൻ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, ദഫും സ്കൗട്ടും പതാകകളും ഏന്തിക്കൊണ്ട്. കാരണം ബഹുമാന്യരായ ആളുകൾ അങ്ങനെ സ്വീകരിക്കുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചു, എന്റെ ഹബീബായ എനിക്ക് വേണ്ടി ഇത്രമാത്രം സേവനം ചെയ്ത ഇമാം ബുഖാരി തങ്ങൾ ബർസഖിയ ലോകത്തേക്ക് ഒരു പ്രത്യേക യാത്ര, ജീവിതത്തിന്റെ പ്രത്യേക അനുഭവമാണ്, കുറച്ച് പ്രയാസകരമായ യാത്രയാണ്. ആ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടായാൽ നന്നായിരിക്കും തങ്ങൾ തീരുമാനിച്ചു. മാത്രമല്ല, അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം പോരാ, കൂടെ കുറച്ച് സ്വന്തക്കാർ വേണം. റസൂലുള്ളാഹിന്റെ കൂടെ ഒരു സംഘം സ്വഹാബികളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ സംഘം സ്വഹാബികളെ കൂട്ടിക്കൊണ്ട് ബർസഖിയ ലോകത്തേക്ക്, സ്വർഗീയ ലോകത്ത് ആനയിക്കാൻ വേണ്ടി സാമാന്യമായ ബഹുമാനം എന്ന നിലയിൽ ഇമാം ബുഖാരി തങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മഹാനായ നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരും കാത്തു നിൽക്കുന്നു. നോക്ക് നിങ്ങൾ, ആത്മീയ ലോകത്തിനൊക്കെ സംഭവം ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഒന്ന്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിയുന്നു, എന്റെ പ്രിയപ്പെട്ട ഇമാം ബുഖാരി മരണപ്പെടുന്ന സമയം ഇതാണ്. തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ടല്ലോ, തങ്ങൾ എങ്ങനെ അറിഞ്ഞു? മറ്റൊന്ന്, ഇമാം ബുഖാരി തങ്ങൾ മരണപ്പെടുന്ന സമയം ഇതാണെന്ന് മാത്രമല്ല, ഇമാം ബുഖാരിയുടെ ആത്മാവ് വരുന്ന വഴി സ്വീകരിക്കാൻ ഒരു സംഘം സ്വഹാബത്തിനെ കൂട്ടി നിൽക്കണമെങ്കിൽ കറക്റ്റ് അതിന്റെ സമയം അറിയണമല്ലോ. എങ്ങനെ അറിഞ്ഞു? ഇതാണ് ആത്മീയ ലോകം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മരണാനന്തരം മഹാത്മാക്കളുടെ അർവാഹ് മുഖദ്ദസ മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, അർവാഹ് മുഖദ്ദസ, വിശുദ്ധാത്മാക്കൾ. വിശുദ്ധാത്മാക്കൾ എന്താ പറയാ? മരണപ്പെട്ട ആളുകൾ എന്നല്ല പറയാറുള്ളത്, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ എന്താ പറയാം? വിശുദ്ധാത്മാക്കൾ. ആ വിശുദ്ധമായ അർവാഹ് മുഖദ്ദസ, വിശുദ്ധമായ ആത്മാവുകളാണ് പ്രധാനം. മഹാന്മാർക്ക് അതാണുള്ളത്. അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർ മദത് നൽകും, സഹായം നൽകും, അവരുടെ കാര്യങ്ങളിൽ ഇടപെടും. അങ്ങനെ ചെയ്യുമെന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരൊറ്റ വാചകം ഫിഖ്ഹിന്റെ കിതാബിൽ ഉദ്ധരിക്കട്ടെ. ലോകത്തെ ഏറ്റവും അംഗീകൃതമായ ഷാഫി മദ്ഹബിലെ കിതാബാണ് തുഹ്ഫ. ആ തുഹ്ഫയിലെ ഷെർവാനി ഉൾപ്പെടെയുള്ള ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സിയാറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായത്തിൽ അമ്മാദി നഹ്വി ദുആ. അപ്പോൾ ദുആ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഫതുസന്നു ലികുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഫാത്തിഹ ദുആ ചെയ്തോ, കുഴപ്പമില്ല. വഅമ്മാലി തബറുക്, എന്നാൽ ബറക്കത്ത് കിട്ടാനാണെങ്കിലോ, പുണ്യം കിട്ടാനാണെങ്കിലോ, ആ മഹാത്മാക്കളുടെ സഹായം കിട്ടാനാണെങ്കിലോ ഫതുസന്നു ലി അഹ്ലിൽ ഖൈർ, എന്നാൽ അഹ്ലുൽ ഖൈറിന്റെ ഖബർ പോയി സിയാറത്ത് ചെയ്യണം. മാലിക് ദീനാർ റഹ്മഹുല്ലാന്റെ ഖബർ പോയി സിയാറത്ത് ചെയ്യണം. ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ ഖബർ പോയി സിയാറത്ത് ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പോയി സിയാറത്ത് ചെയ്യണം. അജ്മീർ ഖാജയുടെ ഖബർ പോയി സിയാറത്ത് ചെയ്യണം. എന്താ അവരെ സിയാറത്തിൽ എങ്ങനെ നമുക്ക് നേട്ടം കിട്ടുക? അവിടെ തുടർന്ന് പറയുന്നു ലിഅന്നലഹും, കാരണം വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു ഫി ബറാസിഹിം, അവരുടെ ഖബറിന്റെ ലോകത്ത് ബർസഖിയ ജീവിതത്തിൽ തസറുഫാത്തിൻ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അള്ളാഹു നൽകിയിരിക്കുന്നു. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായ കഴിവ് അള്ളാഹു നൽകിയിരിക്കുന്നു. ഓ ബറക്കാത്തിൻ, ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കാനുള്ള അനുഗ്രഹം അള്ളാഹുർക്ക് കൊടുത്തിട്ടുണ്ട്. ലാ തുഅദ്ദു വലാ തുഹ്സ, അത് പരിമിതമായ തോതിലല്ല, ക്ലിപ്തപ്പെടുത്താനാവാത്ത വിധം, പരിധി വെക്കാനാവാത്ത വിധം ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അനുഗ്രഹം അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്ന് ഈ മഹത്തായ തുഹ്ഫ, ആധികാരികമായ ഫത്വക്ക് ആധാരമാക്കുന്ന തുഹ്ഫയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? വിശുദ്ധാത്മാക്കളുമായി കണക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. ത്വരീഖത്തിന്റെ മശായിഖുമാർ, നമ്മൾ മാലപ്പാട്ടുകൾ പാടാറുണ്ട്. ഖാദിരിയ ത്വരീഖത്ത് മുഹീദ്ദീൻ ശൈഖിന്റെ ശൈഖാണ്. റിഫായി ത്വരീഖത്ത്, ഷാദുലിയ ത്വരീഖത്ത്, സുഹർവർദിയ ത്വരീഖത്ത്, നഖ്ശബന്ദിയ ത്വരീഖത്ത്, ഇതിന്റെ പേരിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ വന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റുകൾ അവിടെ നിൽക്കട്ടെ. ഒറിജിനൽ ത്വരീഖത്തിന്റെ ആളുകളാണെങ്കിൽ ആ ത്വരീഖത്തിന്റെ ഷെയ്ഖ് വഴി സിൽസിലയായി പാരമ്പര്യമായി ആ ഷെയ്ഖിന്റെ ഇജാസത്ത് അംഗീകരിച്ചുകൊണ്ട് ആ ദിക്റുകളും വിറുതുകളും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പ്രതിസന്ധി ഘട്ടത്തിലുള്ള മശായിഖുമാരുടെ സഹായം കിട്ടിക്കൊണ്ടിരിക്കും. അനുഭവിച്ചറിയുന്ന ആളുകളുണ്ട്. ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മാലപ്പാട്ടുകൾ പ്രതിസന്ധി ഘട്ടത്തെ അവർ സഹായിക്കാൻ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ.
ആര് എവിടെ വെച്ച് എന്നോട് സഹായം തേടിയാലും ഞാൻ സഹായിക്കും എന്ന് പറയാൻ കാരണം അവരുമായുള്ള കണക്ഷനാണ്, ആ ബന്ധം. അത് വളരെ പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇന്നലെയുള്ള മാലപ്പാട്ടുകളിൽ വളരെ മനോഹരമായി വളരെ നല്ല പ്രാർത്ഥനാ ഗീതങ്ങൾ എഴുതി വച്ചിരുന്നത്. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ടും തബറുക്ക് ഉന്നയിച്ചുകൊണ്ടും ഇസ്തിഗാസ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകൾ. ഖബറിനെ കുറിച്ച് അതുപോലെ ഹിസാബിന്റെ സമയത്തെ കുറിച്ച്, കൂട്ടുകാരില്ല ഹിസാബിന്റെ നേരത്ത് ഗുണത്തറ് ബദീരീങ്ങൾ കാവേലിലേകല്ലാ. കൂട്ടുകാരില്ലാതെ അള്ളാഹുവിന്റെ ഹിസാബ് കണക്ക് പരിശോധനയ്ക്ക് നേരുന്ന സമയത്ത് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാ. പ്രധാനമാണ് മഹാത്മാക്കൾ, ബദരീങ്ങൾ, അതുപോലുള്ള മശായിഖമാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇത് ശിർക്കാണ്, കുഫറാണ്, മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന അബദ്ധധാരണ അവർ തന്നെ തിരുത്തി തമ്മിലടിച്ചുകൊണ്ട് തർക്കിച്ച് ചിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, മഹാത്മാക്കൾ പ്രധാനമാണ്. മഹാത്മാക്കളുടെ സിയാറത്ത് പ്രധാനമാണ്. മഹാത്മാക്കളെ ബഹുമാനിക്കൽ പ്രധാനമാണ്. മഹാത്മാക്കളുടെ ബറക്കത്ത് പ്രധാനമാണ്. മഹാത്മാക്കൾ തവസ്സുൽ പ്രാർത്ഥിക്കൽ പ്രധാനമാണ്. ഇതൊക്കെ ഖുർആനും ഹദീസും സ്ഥിരീകരിച്ചതാണ്. ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ആസ്തിക്യം യഥാവിധി അംഗീകരിച്ച് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്ന ഈ പരിശുദ്ധമായ രീതിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിൽ ഭേദഗതി വരുത്താൻ അനുവദിക്കാതെ, ഒന്നും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ പരമപരിശുദ്ധിയോടുകൂടി നിലനിർത്താൻ വേണ്ടി 100 കൊല്ലക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ കഠിന യത്നം നടത്തി. ഇൻഷാ അല്ലാഹ് ഇനിയും സമസ്ത അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ആരെന്ത് പറഞ്ഞാലും ശരി, സമസ്തയുടെ സുന്നതമായ ആദർശത്തിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ചെറിയ ഇളവുകൾ വേണം, ചെറിയ നീക്കുപോക്കുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പക്ഷെ ആര് എന്ത് പറഞ്ഞാലും ശരി, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉന്നതമായ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു കോംപ്രമൈസിനും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നും ബഹുമാനപ്പെട്ട സമസ്തയുടെ തണലിൽ ധീരമായി അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറും വിധം നമ്മൾ മുന്നോട്ട് പോകുമെന്നും മുന്നോട്ട് പോകാൻ അല്ലാഹു സഹായിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളൊക്കെ ദുആ സ്നേഹാദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.